LDFിന്റെ ഭരണത്തോടുള്ള ഒരു മടുപ്പ് ജനങ്ങൾക്ക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ആ ഉണ്ടായി തുടങ്ങിയതിന്റെ ഭാഗമായിട്ടാണ് ചെയർപേഴ്സൺമാർ ഉൾപ്പെടെയുള്ള ആളുകൾ വിജയിച്ച വാർഡുകൾ പിന്നീട് BJP അത് പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ആ സാഹചര്യത്തിന് പ്രധാന കാര്യം ഇപ്പം നമ്മൾ നിൽക്കുന്ന റോഡ് തന്നെ അറിയാം. ഇതൊരു തീരദേശ റോഡാണ്. ഈ റോഡിന് ഒരു ഫണ്ട് പാസ്സായിട്ടുണ്ടെന്ന് പറയുന്നതല്ലാണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവർത്തനങ്ങൾ തുടർ പ്രവർത്തനം നടന്നില്ല. ഇപ്പം നമ്മൾ നിൽക്കുന്ന പ്രദേശം തന്നെ അറിയാം, ഒരു റോഡ് അത്രയും കുളമായിട്ട് കിടക്കുന്നത്. ഇവിടെ വേലിയേറ്റത്തിന്റെ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. ഉപ്പുവെള്ളത്തിന്റെ സ്വാധീനം കൂടിയൊരു മേഖലയാണ്. വേലിയേറ്റം തുടങ്ങിക്കഴിഞ്ഞാൽ പല വീടുകളിലേക്കും വെള്ളം കയറുന്ന ഒരു സാഹചര്യം, പല ആളുകളുടെയും വണ്ടി നശിക്കുന്ന ഒരു സാഹചര്യം. ഇതിനൊന്നൊരു ശാശ്വത പരിഹാരം ഇത്രയും കാലമായിട്ട് ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. 2010 2005 BJP ഇത് വിജയിച്ച വാർഡാണ്. നമുക്ക് അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ വാർഡ് വിജയിച്ചതിന് ശേഷമാണ് കൊടുങ്ങല്ലൂർ ധീരബലധാനി സതീഷേട്ടനെ LDF അല്ലെങ്കിൽ CPM വകവരുത്തിയത്. അന്ന് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പ്രദേശം അന്ന് ഈ വാർഡിന്റെ ഭാഗമായിരുന്നില്ല. പിന്നീട് 2010 വാർഡ് വിഭജനം വന്ന സമയത്ത് ഈ നിൽക്കുന്ന പ്രദേശം ഉൾപ്പെടുന്ന പ്രദേശം പിന്നീട് അതായത് CPMന്റെ മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശം, LDFന്റെ മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശം ഈ വാർഡിലേക്ക് കയറ്റി. നിങ്ങളൊരു വയലാർ വാർഡ് BJPയുടെ ഒരു പ്രതീക്ഷ എത്രത്തോളം? BJP ഇപ്രാവശ്യം വയലാർ വാർഡ് തിരിച്ചെടുക്കും. നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. ഓരോ വീട്ടിൽ കയറുമ്പോഴും അവരുടെ പറയുന്ന വാക്കുകളും നമുക്ക് വിശ്വാസമാണ്. പിന്നെ നമസ്കാരം. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ 4ാം വാർഡായിട്ടുള്ള വയലാറിലാണെന്നുള്ളത്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ വാർഡ് BJP പിടിച്ചെടുത്തിരുന്നു. CPMന്റെ കുത്തക സീറ്റ് കൂടിയായിരുന്നു. പക്ഷെ പിന്നീട് അത് CPM തന്നെ തിരിച്ചു പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. വലിയ സംഘർഷങ്ങളും വിഷയങ്ങളുമെല്ലാം ഈ ഒരു വാർഡിൽ BJP വിജയത്തിന് ശേഷം കൊടുങ്ങല്ലൂരിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ മഹാസമ്പർക്ക പരിപാടിയിൽ BJPയുടെ ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വലിയൊരു സമ്പർക്കം ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം നിലവിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ BJPക്ക് ഇവിടെ അനുകൂലമാണോ എന്നുള്ളത്. ജിതേഷ്, നമസ്കാരം. നമസ്കാരം. ജിതേഷ്, ഇപ്പോൾ ഈ ഏറ്റവും പ്രധാനമായിട്ട് കൊടുങ്ങല്ലൂരിലെ CPMന്റെ ഒരു ശക്തി കേന്ദ്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു പ്രദേശമാണത്. എങ്ങനെ കാണുന്നു ഇത്തവണത്തെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? ഇത്തവണത്തെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാലങ്ങളായിട്ട് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറഞ്ഞാൽ കൗൺസിലർമാർ ജയിച്ച് അത് കഴിഞ്ഞ ശേഷം ചെയർപേഴ്സൺമാരായ വാർഡുകളെല്ലാം BJP പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം കാലങ്ങളായിട്ടുണ്ട്. കാരണം എന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾ മടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതായത് LDFിന്റെ ഭരണത്തോടുള്ള ഒരു മടുപ്പ് ജനങ്ങൾക്ക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ആ ഉണ്ടായി തുടങ്ങിയതിന്റെ ഭാഗമായിട്ടാണ് ചെയർപേഴ്സൺമാർ ഉൾപ്പെടെയുള്ള ആളുകൾ വിജയിച്ച വാർഡുകൾ പിന്നീട് BJP അത് പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ആ സാഹചര്യത്തിന് പ്രധാന കാര്യം ഇപ്പം നമ്മൾ നിൽക്കുന്ന റോഡ് തന്നെ അറിയാം. ഇതൊരു തീരദേശ റോഡാണ്. ഈ റോഡിന് ഒരു ഫണ്ട് പാസ്സായിട്ട് എന്ന് പറയുന്നതല്ലാണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവർത്തനങ്ങൾ തുടർ പ്രവർത്തനം നടന്നില്ല. ഇപ്പം നമ്മൾ നിൽക്കുന്ന പ്രദേശം തന്നെ അറിയാം, ഒരു റോഡ് അത്രയും കുളമായിട്ട് കിടക്കുന്നത്. ഇവിടെ വേലിയേറ്റത്തിന്റെ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. ഉപ്പുവെള്ളത്തിന്റെ സ്വാധീനം കൂടിയൊരു മേഖലയാണ്. വേലിയേറ്റം തുടങ്ങിക്കഴിഞ്ഞാൽ പല വീടുകളിലേക്കും വെള്ളം കയറുന്ന ഒരു സാഹചര്യം, പല ആളുകളുടെയും വണ്ടി നശിക്കുന്ന ഒരു സാഹചര്യം. ഇതിനൊന്നൊരു ശാശ്വത പരിഹാരം ഇത്രയും കാലമായിട്ട് ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. 2005 BJP ഇത് വിജയിച്ച വാർഡാണ്. നമുക്ക് അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ വാർഡ് വിജയിച്ചതിന് ശേഷമാണ് കൊടുങ്ങല്ലൂർ ധീരബലധാനി സതീഷേട്ടനെ LDF അല്ലെങ്കിൽ CPM വകവരുത്തിയത്. അന്ന് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പ്രദേശം അന്ന് ഈ വാർഡിന്റെ ഭാഗമായിരുന്നില്ല. പിന്നീട് 2010 വാർഡ് വിഭജനം വന്ന സമയത്ത് ഈ നിൽക്കുന്ന പ്രദേശം ഉൾപ്പെടുന്ന പ്രദേശം പിന്നീട് അതായത് CPMന്റെ മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശം, LDFന്റെ മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശം ഈ വാർഡിലേക്ക് കയറ്റി. എങ്കിൽ കൂടിയും ആ കയറ്റിയിട്ടുണ്ടെങ്കിൽ കൂടിയും BJPയുടെ പരമ്പരാഗതമായ വോട്ടുകളിൽ ഇതുവരെ വിള്ളൽ വീഴ്ത്താനൊന്നും അവർക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ വർഷവും തെരഞ്ഞെടുപ്പ് കഴിയുന്തോറും BJP ഇവിടെ വോട്ട് വീതം കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തവണ BJP ഈ വാർഡ് പിടിക്കാൻ തന്നെയുള്ള ഒരു മത്സരത്തിനാണ് ഇറങ്ങാൻ തയ്യാറെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അവരുടെ പരമ്പരാഗതമായിട്ടുള്ള വോട്ടുകൾ BJPയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ പ്രതീക്ഷയെല്ലാം അസ്തമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ന്യൂനപക്ഷ വിഭാഗം ഇത്തവണ LDFയിലേക്ക് അവരുടെ വോട്ടുകൾ മറിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതുപോലെയുള്ള വാർഡുകളിൽ BJPക്ക് ഒരു തിരിച്ചടി ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഒരു സമയത്ത് കോൺഗ്രസ് 2ാം സ്ഥാനത്ത് നിന്നിരുന്ന വാർഡാണ്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് 70 വോട്ടിൽ താഴെയാണ് ഇവിടെ ഇപ്പോൾ നിലവിലുള്ളത്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് ഈ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ തന്നെ ബ്ലോക്ക് പ്രസിഡന്റ് താമസിക്കുന്ന വാർഡ് കൂടിയാണ്. ഇവിടെ ഒരു അത്തരത്തിലുള്ളൊരു നീക്കുപോക്കിന് സാധ്യതയുണ്ടെന്നല്ല, സാധ്യത ഉറപ്പായിട്ടുണ്ട്. കാരണം എന്താണെങ്കിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് താമസിക്കുന്ന വാർഡ്, അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് താമസിക്കുന്ന വാർഡ്, കോൺഗ്രസിന്റെ പ്രധാന നേതാക്കൾ താമസിക്കുന്ന ഒരു വാർഡാണ്. ഈ വാർഡിൽ നീക്കുപോക്ക് നടക്കുമെന്നുള്ള ഒരു സംശയമില്ല. കാരണം എന്താണെങ്കിൽ ബ്ലോക്ക് നേതാവ് നേരിട്ട് തന്നെ മീഡിയകളോട് പറഞ്ഞിട്ടുള്ളതാണ് LDFും UDFും സഹകരണം നടത്തണം എന്നുള്ളത് തന്നെ നേരിട്ട് പറഞ്ഞില്ല. അപ്പോൾ ബ്ലോക്ക് പ്രസിഡന്റ് താമസിക്കുന്ന വാർഡിൽ എന്തായാലും നീക്കുപോക്ക് നടക്കുന്നുള്ളതിൽ ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ UDFിന്റെ വോട്ടുകൾ ഈ പ്രാവശ്യം എന്തായാലും LDFിലേക്ക് പോകുമെന്നുള്ളത് ഞങ്ങൾക്ക് 100% ഉറപ്പുള്ള കാര്യമാണ്. അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് 50% വോട്ടുകൾ BJP നേടേണ്ടി വരില്ലേ?
പിന്നെ തീർച്ചയായും 50% വോട്ടുകൾ BJP ഈ വാർഡിൽ നേടണം. ആ നേടാനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ജനങ്ങളെ കണ്ടുകൊണ്ട് ഞങ്ങളുടെ സമ്പർക്കങ്ങൾ, അതായത് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള ആനുകൂല്യങ്ങൾ ഇതെല്ലാം കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ സമ്പർക്കം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സമ്പർക്കവും അതുപോലെ തന്നെ ഞങ്ങൾ കൃത്യമായിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പേര് വെട്ടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിൽ കൂടി ഞങ്ങൾക്ക് ഇനി ഒരു നല്ല സ്ഥാനാർത്ഥിയെ ഞങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് എന്തായാലും ഞങ്ങൾ ഈ വാർഡ് പിടിച്ചെടുക്കാനുള്ള ഒരു നല്ലൊരു മത്സരം കാഴ്ചവെക്കും. ഈ വാർഡ് പിടിച്ചെടുക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഊർജിതമായിട്ടുണ്ട്. പാർട്ടി പ്രവർത്തകരെല്ലാവരും അതിൻ്റെ ഒരു ആവേശത്തിലാണ്. പ്രവർത്തകരെല്ലാവരും അതിനുവേണ്ടിയുള്ള കഠിന പ്രയത്നത്തിലാണ്. ഞങ്ങൾ വളരെ നിശബ്ദമായിട്ടുള്ളൊരു പ്രചരണമാണ്, അതായത് വലിയ കുട്ടികോഷിയുള്ള പ്രചരണം, വളരെ സാധാരണ ലെവലിലുള്ള ആളുകളെ കണ്ട് ജനങ്ങളുടെ വിഷയങ്ങൾ പഠിച്ച് ജനങ്ങളോട് കൂടുതൽ അടുത്ത് ഇടപഴകിക്കൊണ്ടാണ് ഞങ്ങളുടെ സമ്പർക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമ്പർക്കം ഞങ്ങൾക്ക് വളരെ വിജയകരമാണ്. കാരണം BJPക്ക് സ്വാധീനമില്ലാത്ത മേഖലകളിൽ പോലും ഞങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഒരു വോട്ടിംഗ് ശതമാനവും BJPക്കും LDFനും കോൺഗ്രസിനും കിട്ടുന്നൊരു ശതമാന കണക്കൊക്കെ എങ്ങനെയാണ്? കോൺഗ്രസിന് LDFനെ സംബന്ധിച്ചിടത്തോളം LDFന് ഇവിടെ പോൾ ചെയ്യുന്നതിന്റെ 50% വോട്ട് ഇപ്പൊ LDF കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നേടിക്കൊണ്ടിരിക്കുന്നതാണ്. 52%, 53% വരെ വോട്ടുകൾ നേടിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. 42% വരെ BJP ഇവിടെ നേടിക്കൊണ്ടിരിക്കുന്നുണ്ട് പോൾ ചെയ്യുന്നതിന്റെ. അതിലൊരു 6-7% അല്ലെങ്കിൽ 5% താഴെ മാത്രമേ ഇവിടെ കോൺഗ്രസിനുള്ളൂ. ആ 5% വോട്ട് കൂടി ഇപ്രാവശ്യം LDFിലേക്ക് പോകും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ ഇവിടെ BJP ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുക എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ഒരു പ്രധാനമല്ല. ഇത്തവണ എന്തായാലും ഈ വാർഡ് പിടിച്ചെടുക്കുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി. ഞങ്ങൾ പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തിലാണ്. അതനുസരിച്ച് ഞങ്ങൾ അതിനുള്ള എല്ലാ ചുവടുവെപ്പുകളും BJP ഈ വാർഡിൽ നടത്തിയിട്ടുണ്ട്. അത് വളരെ സൈലന്റ് ആയിട്ടുള്ള രീതിയിൽ നടത്തിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ BJPയുടെ ശക്തി കേന്ദ്രം എന്നുള്ള രീതിയിലേക്ക് ഏത് ഭാഗമാണുള്ളത്? BJPയുടെ ശക്തി കേന്ദ്രം വയലാർ ഉൾപ്പെടുന്ന പ്രദേശമാണ് BJPയുടെ ശക്തി കേന്ദ്രം. അതായത് ഒരു കാലത്ത് LDFന് മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലം ഇന്ന് BJPക്ക് വളരെ സ്വാധീനമുള്ള ഒരു പ്രദേശമായിട്ടുണ്ട് വയലാർ എന്ന് പറയുന്ന പ്രദേശം. വയലാർ പ്രദേശത്ത് ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് വളരെ സ്വാധീനമുണ്ട്. കാരണം 10 വീടുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 6 വീടെങ്കിലും BJP അനുകൂലമുള്ള വീടുകളാണ്. ജനങ്ങൾ അതുപോലെ തന്നെ BJPയുമായിട്ട് അടുത്ത് നിൽക്കുന്ന സ്ഥലമാണ്. വയലാർ എന്ന് പറയുന്ന പ്രധാന പ്രദേശം അത് BJPക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ചേട്ടാ നമസ്കാരം. ചേട്ടാ, ഈ BJPയുടെ ഒരു പ്രവർത്തന കാര്യങ്ങളിൽ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? എങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ പ്രതീക്ഷയാണോ? നല്ല പ്രതീക്ഷയുണ്ട്. ചേട്ടാ നമസ്കാരം. പേരെന്തായിരുന്നു? എൻ്റെ പേര് കണ്ണൻ. എത്ര വർഷമായിട്ട് BJPയിൽ പ്രവർത്തിക്കുന്നുണ്ട്? BJP ഒരുപാട് വർഷമായി. എങ്ങനെയായിരുന്നു പ്രവർത്തന കാര്യങ്ങൾ? ഈ വാർഡിലൊക്കെ പ്രവർത്തിക്കാൻ ഒരു സമയത്ത് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു അന്ന്. പിന്നെ സതീഷ് സാറിന്റെ ഒക്കെ ഒരു ഇതോടുകൂടി അതിനൊക്കെ ഒരു മാറ്റം വന്ന് ജനങ്ങളുടെ ഇടയിൽ ഇപ്പൊ BJPയുടെ ഒരു സ്വീകാര്യത എങ്ങനെയാണ്? ഒരു സമയത്ത് BJP പിടിച്ചെടുത്തൊരു വാർഡ് കൂടിയായിരുന്നല്ലോ. അതായത് അപ്പോൾ ഇപ്പോഴത്തെ ഒരു ജനങ്ങളുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ്? ഇപ്പോൾ കുറെ മാറ്റം വന്നിട്ടുണ്ട്. ജനങ്ങൾ എന്തായാലും വയലാർ എന്തായാലും ഒന്ന് മാറണം. പുതിയ വോട്ടുകളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ? പുതിയ കുട്ടികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പുതിയ തലമുറ മാറി ചിന്തിക്കട്ടെ. BJPയിലേക്ക് അംഗത്വം സ്വീകരിച്ചുകൊണ്ട് നിരവധി ആളുകൾ ഇവിടെ എത്തിയിരുന്നോ ഈ അടുത്ത കാലത്തെങ്കിലും? ഇപ്പൊ വന്നിട്ടുണ്ട്. ചേട്ടാ നമസ്കാരം. പേരെന്തായിരുന്നു? ഉണ്ണികൃഷ്ണൻ. ചേട്ടാ എങ്ങനെയുണ്ട് നിങ്ങളൊരു വയലാർ വാർഡ്? BJPയുടെ ഒരു പ്രതീക്ഷ എത്രത്തോളം? BJP ഇപ്രാവശ്യം വയലാർ വാർഡ് തിരിച്ചെടുക്കും. നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. ഓരോ വീട്ടിൽ കയറുമ്പോഴും അവരുടെ പറയുന്ന വാക്കുകളും നമുക്ക് വിശ്വാസമാണ്. പിന്നെ ഈ ഇവിടെ LDFിന്റെ ഒരു എതിരെയുള്ളൊരു ഇതുണ്ടല്ലോ, അതും അടക്കമുള്ള വിഷയങ്ങളുണ്ട്. അപ്പൊ എല്ലാവരും സപ്പോർട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ്, 100% വിശ്വാസമാണ് ഇത്തവണ BJPനെ വാർഡ് വിജയിക്കും. ഒരു സമയത്ത് BJPയുടെ പ്രവർത്തകർക്കൂടെ പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു വാർഡാണ് വർഷങ്ങൾക്ക് മുന്നേ. ഇപ്പൊ അതിനൊക്കെ ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കോൺഗ്രസ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ താഴേക്ക് പോവുകയും BJP വളർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ്. അത് 100% വിജയത്തിൽ ഞങ്ങൾ 60% വോട്ട് ഇവിടുന്ന് പിടിക്കും ഈ വാർഡിൽ നിന്ന്. ഉറപ്പാണ്. സംശയമില്ല. നമസ്കാരം. പേര് വിഷ്ണു. സംഘടനാ ചുമതല ഇപ്പൊ ഒന്നുമില്ല. എങ്ങനെയുണ്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ? എങ്ങനെയുണ്ട്? പ്രതീക്ഷ എങ്ങനെയാണ്? പ്രതീക്ഷ വളരെ നല്ല പ്രതീക്ഷയാണ്. അപ്പൊ അതിന്റെ ഒരു ഇങ്ങനെ പ്രതീക്ഷ പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാർഡ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന CPM ആണ്. ഇവിടുത്തെ നഗരസഭ ചെയർപേഴ്സന്റെ വാർഡും കൂടിയാണ്. നിങ്ങൾ ഈ റോഡുകൾ അതുപോലെ തന്നെ ബാക്കിയുള്ള ജനങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാണാൻ കഴിയും. അവര് ഭരണപരാജയം BJPക്ക് അനുകൂലമാവുന്നു. BJPക്ക് അനുകൂലമാവും. ഒരു സംശയമില്ല. നിങ്ങൾ ഇവിടെ ഈ പ്രവർത്തിക്കുന്ന സമയത്ത് സ്ത്രീജനങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ എങ്ങനെയാണ്? മൊത്തത്തിൽ അമ്മമാരുടെ ഒക്കെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? അവരിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? അവരിൽ മാറ്റമുണ്ട്, നന്നായിട്ട് മാറ്റമുണ്ട്. അത് എന്താ പറയുന്നവര്? അവര് ഭരണം മാറണം എന്നുള്ളതാണ് പറയണത്. അതാണ് കാഴ്ചപ്പാട്. BJP ഭരണം തന്നെയാണ്.